ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫുൾ ഹാൻഡ് മെഹന്തി ഡിസൈൻ എങ്ങനെയാണ് കയ്യിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്പുകൾ പറഞ്ഞു തരാം. നമ്മൾ മെഹന്തിയിൽ ആദ്യം ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒരു ഡാർക്കായിട്ടുള്ള മെഹന്തി ആയിരിക്കും അതിൻ്റെ അകത്തുനിന്ന് വരിക. അങ്ങനെയുള്ള മെഹന്തി യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, അത് ചുമക്കില്ല. ഇനി ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ആ ഒരു ലൈനൊക്കെ നല്ല തിക്കായിരുന്നു. നമുക്ക് തിന്നാക്കാൻ വേണ്ടി ഇതിൻ്റെ ആ ഒരു ഹോളിൽ ടിപ്പ് ഭാഗത്തായിട്ട് ഇതുപോലെ സൂചി കയറ്റി വയ്ക്കുക കേട്ടോ. ഒരു മുട്ടുപ്പിന്നോ സൂചിയോ എന്തെങ്കിലും കയറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു സെല്ലോ ടേപ്പിൻ്റെ പീസ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ കോൺ ചുറ്റുന്നത് എങ്ങനെയാണോ അതുപോലെ ആ സൂചിയുടെ മുകളിലായിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല, ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു സൂചി നമ്മൾ എടുത്ത് മാറ്റുക. അപ്പോൾ ചെറിയ ഒരു ഹോളായിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് ഹോള് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, കണ്ടില്ലേ, ചെറിയ ഹോളായിട്ട് വരും കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹോളായിട്ട് തന്നെ കിട്ടും. ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം, അപ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക കേട്ടോ. നമ്മൾ ആദ്യം വരച്ച ഒരു ലൈനിനെയും കാട്ടി മൈന്യൂട്ടായിട്ടുള്ള ലൈനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്, കണ്ടില്ലേ. ഇനി നമുക്ക് ഹാൻഡിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നമ്മൾ പഠിച്ച എലമെൻസുകളൊക്കെ വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഹാൻഡാണ് എടുത്തിട്ടുള്ളത്, അല്ലാതെ പേപ്പറിൽ വരച്ചല്ല കേട്ടോ കാണിക്കുന്നത്. കാരണം നമ്മൾ ബേക്ക് തിരിച്ച് വയ്ക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു വളവ് പോലെ ഉണ്ട്. ആ ഒരു വളവിൽ എങ്ങനെയാണ് മെഹന്തി ഇടുക എന്നുള്ളത് എല്ലാ ബിഗിനേഴ്സിനും ഒരു സംശയമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഇടുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു മെഹന്തി ഡിസൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ കൈയുടെ ഫ്രണ്ടിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അതായത് നമ്മൾ ബാക്ക് സൈഡിൽ നിന്നല്ല തുടങ്ങുന്നത്, ഫ്രണ്ടിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലെ അങ്ങ് അറ്റത്ത് നിന്ന് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ടിപ്പാണ് കേട്ടോ. ആദ്യം നമ്മളൊരു കൈ ഇങ്ങനെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് നമ്മളെങ്ങനെയാണോ മെഹന്തി പിടിക്കുന്നത് അതുപോലെ ആ കൈയുടെ മുകളിൽ വെച്ചിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഡിസൈനുകളൊന്നും തട്ടാതെ പെർഫെക്റ്റായിട്ട് വരയ്ക്കാൻ കഴിയും. ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അങ്ങനെ കഴിയുള്ളൂ കേട്ടോ. അങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. ആദ്യം ഒരു തിക്ക് ലൈൻ വരച്ചിട്ട് അതിൻ്റെ സൈഡുകളിലായിട്ട് ഇതുപോലെ തിൻ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു തിൻ ലൈൻ വരച്ച് കൊടുക്കുക. അതും രണ്ട് സൈഡുകളിലായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഭാഗത്ത് ഹംസാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് മുകളിലും താഴെയായിട്ട് ചെയ്യാം കേട്ടോ. പല ആംഗിളിൽ നിന്നാണ് ഇവിടെ മെഹന്തി ഡിസൈനൊക്കെ കാണിച്ചു തരുന്നത്. കാരണം വീഡിയോ എടുക്കുന്നത് ഞാനാണ്, വരയ്ക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. പിന്നെ ഫുൾ ഹാൻഡ് ആവുമ്പോൾ കുറച്ച് നീട്ടി വയ്ക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ പല ആംഗിളിലായിട്ടും എങ്ങനെ വരയ്ക്കണമെന്ന് അറിയാതെയൊക്കെ ആയിട്ട് പല ആംഗിളിൽ വെച്ച് കാണിക്കുന്നുണ്ട് നിങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. പിന്നെ താഴെയായിട്ട് ഫ്രിൽസ് വരച്ച് കൊടുത്തിട്ടുണ്ട്, അതിനൊന്ന് ഡാർക്കൈൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മുകളിലായിട്ട് നടുവിലായിട്ടാണ് സോൾ വരച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ആംഗിളിൽ നമ്മൾ കുറച്ച് ചരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അത് നടുവിലല്ല സൈഡിലായ പോലെ തോന്നുന്നുണ്ട് അല്ലേ. അത് ഇനി കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവും. അത് നടുവിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നടുവിൽ നമ്മളൊരു സോൾ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് വരച്ച് ഫ്രിൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തിൻ ലൈനായിട്ട് ഹാഫ് സർക്കിൾ പോലെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നടുവിലായിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. ഇനി ഒരു സോൾ വരച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ 3 പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയുള്ള സോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച സോളാണല്ലോ, അങ്ങനെ സോൾ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് 2 ലീഫ് ചെയ്ത് കൊടുക്കുക. വീണ്ടും സോൾ ചെയ്യുക, പെറ്റൽസ് വരയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു നീളത്തിലുള്ള ആ ഒരു സോൾ വരയ്ക്കുക, പിന്നെ ലീഫ് വരയ്ക്കുക. അങ്ങനെ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ഇനി അവസാനം അതിനൊന്ന് ഡാർക്കെയിൻ ചെയ്ത് എടുക്കണം. ആ ഒരു സുവളിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം അകത്തോട്ട് വരുന്ന പോലെയൊക്കെയുള്ള ആ ഭാഗങ്ങളൊക്കെ നമ്മളിതുപോലെ മെഹന്തി വെച്ച് ഫില്ല് ചെയ്തെടുക്കുകയും വേണം കേട്ടോ. മുകളിലുള്ള ഫ്ലവർ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ആ ഫ്രിൽസ് വരച്ചതിൻ്റെ താഴെയായിട്ട് തിൻ ലൈൻ വരച്ചെടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഹംസും വരച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇടവിട്ടിട്ടാണ് നമ്മൾ പിന്നെ ലൈൻസ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഗ്രിഡ് വരയ്ക്കാനുള്ള സ്ഥലമാണ് ഇപ്പോൾ ഒഴിച്ചു വിട്ടത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ക്രോസ് ആയിട്ടുള്ള ലൈൻസുകൾ എങ്ങനെയാണ് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ വരയ്ക്കുക എന്നൊക്കെ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ക്രോസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഗ്രിഡിന് വേണ്ടി വരയ്ക്കുകയാണ്. നമ്മൾ ഗ്രിഡ് പ്രത്യേകം പഠിച്ചതാണല്ലോ. ഇവിടെ ചെയ്തെടുക്കുന്നത് വൈൻസ് വെച്ചിട്ടുള്ള ഗ്രിഡാണ്. വൈൻസ് വെച്ചിട്ടുള്ള ഗ്രിഡ് നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ചെറുതായിട്ട് നമ്മൾ വൈൻസ് വരച്ചു കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിലും പിന്നെ എതിർവശങ്ങളിൽ, അതായത് രണ്ട് ക്രോസ് പോലെയാണല്ലോ വരിക, ആ ഒരു സൈഡിലൊക്കെ ഇതുപോലെ വൈൻസ് കൊടുത്തിട്ട് പിന്നെ ബാക്കി ചെറിയൊരു കോളം പോലെ വരും. ആ ഒരു ഭാഗത്ത് ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളൊരു റെഫറൻസ് പിക്ക് കണ്ടിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, മെഹന്തി ഇട്ടിട്ട് അതിൻ്റെ ഫോട്ടോ വേണം അയച്ചു തരാൻ. അല്ലാതെ നിങ്ങൾ ഇത് കണ്ട് ചെയ്തിട്ടൊരു കാര്യമില്ല കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഗ്രിഡ് തന്നെ വരയ്ക്കണം എന്നില്ല. ഫ്ലവറോ വേറെ എന്തെങ്കിലും എലമെൻറ്റ്സൊക്കെ നമ്മൾ പഠിച്ചതിലുള്ള എലമെൻറ്റ്സൊക്കെ നമുക്ക് ആഡ് ചെയ്ത് വരയ്ക്കാം. കയ്യിൽ വരുമ്പോൾ ഫ്ലവർ ബഞ്ചായിട്ടും ഓരോ രീതിയായിട്ട് വരും. ഫ്ലവർ ബഞ്ചസൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. ഇനി ആ ഗ്രിഡിൻ്റെ മുകളിലായിട്ട് തിക്ക് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈൻ വരച്ചിട്ട് അതിൽ ഹംസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ലൈൻ കുറച്ച് മാറ്റിയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അതായത് ഇൻവേഴ്സ് വൈനില്ലേ, അത് വരയ്ക്കാൻ വേണ്ടിയാണ് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വരച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇൻവേഴ്സ് വൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളൊന്ന് തിക്കാക്കി കൊടുക്കണം. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു തിൻ ലൈൻ വരച്ച് കൊടുക്കുക. വീണ്ടും ഒരു തിൻ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തതിൽ എന്ത് ചെയ്യുക, ഹംസ് വരച്ചെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഫ്രിൽസും വരച്ചെടുക്കുക. ഫ്രിൽസ് വരയ്ക്കുമ്പോൾ ഫ്രിൽസിനൊന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കണം, എങ്കിലാണ് അതിന് ആ ഒരു ഭംഗി വരുന്നത് കേട്ടോ. ഇനി വീണ്ടും ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒരു ഗ്രിഡാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു ഫ്ലവർ പോലെ വരുന്ന രീതിയിലുള്ള ഒരു ഗ്രിഡാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടും ക്രോസ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ഗ്രിഡിൻ്റെ ലൈൻസ് ചെയ്തെടുക്കുന്നത്. ഇനി ആ ഒരു കോർണർ ഭാഗങ്ങളില്ലേ, അതായത് നമ്മൾ 2 ലൈൻസും കൂട്ടിമുട്ടുന്ന ആ ഒരു ഭാഗം, ആ ഒരു ഭാഗത്ത് സുവളും അതിൻ്റെ മുകളിലായിട്ട് ഹമ്പും അതിൻ്റെ മുകളിലായിട്ട് ഡോട്ടും വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ ചെയ്തെടുക്കുക. അങ്ങനെ ആ ഒരു കോർണറുകളിൽ മുഴുവനായിട്ടും ചെയ്ത് കൊടുക്കണം കേട്ടോ.
കോളം പോലെ വരുന്ന ആ ഭാഗത്തൊക്കെ ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് 2 ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിക്ക് ലൈൻ ചെയ്യുന്നത് പോലെ അതിൻ്റെ നടുഭാഗം ഡാർക്ക് ലൈൻ ചെയ്തെടുക്കാം കേട്ടോ. വീണ്ടും ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാമതും ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ആ രണ്ടാമത്തെ ലൈനിൽ ഹംസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഫ്രിൽസാണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനൊന്ന് ഡാർക്ക് ലൈൻ ചെയ്തും കൂടെ എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൈയുടെ ആ ഒരു ലെങ്തി പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു കൈപ്പത്തിയുടെ ആ ഒരു ഭാഗത്താണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് തന്നെ സൈഡിലായിട്ട് വലിയൊരു സോള് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസും പിന്നെ നമ്മൾ ഫ്രിൽസാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് 2 ദിവസമായിട്ടൊക്കെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതാണ് കേട്ടോ ചുവന്ന് കാണുന്നത്, ആ ഒരു ഭാഗം ചുവന്ന് കാണുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ലൈൻ വരച്ചിട്ട് ഹംസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഭാഗങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. കൈപ്പത്തിയിലേക്ക് വരുമ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഭാഗങ്ങളൊന്നും പിടിക്കാൻ കിട്ടുന്നില്ല, മെഹന്തി ടച്ചായി പോകും, ഡാമേജായി പോകും എന്നുള്ള ആ ഒരു പേടിയുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു വൈൻസ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു തിൻ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് ഡാർക്ക് ലൈനും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് തിക്ക് ലൈൻ ആക്കി എടുക്കുക. ഇവിടെ 2 തിൻ ലൈൻ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട്, അതായത് മുകളിലത്തെ ലൈനിൽ ഹംസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൂടുതലായിട്ടും ഹംസാണ് വന്നിട്ടുള്ളത് അല്ലേ. ഹംസും ഫ്രിൽസും ഒക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ ഹെന്നാസിലാണ് കൂടുതലായിട്ടും ഹംസൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഹംസ് ഒരുപാട് ചെയ്ത് പഠിക്കണം. നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യാം കേട്ടോ. ഫ്രിൽസ് വരച്ചാൽ നിർബന്ധമായും അതിൻ്റെ മുകളിൽ ഇതുപോലെ ഡാർക്ക് ലൈൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരെ ഫിംഗറിലേക്കാണ് പോയതല്ലേ. കാരണം ആ ഒരു ഫിംഗർ കംപ്ലീറ്റ് ചെയ്തെങ്കിലേ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ വരയ്ക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നിങ്ങൾ നോക്കുക, എവിടെയാണ് അങ്ങനെയുള്ള ഭാഗങ്ങൾ വന്നിരിക്കുന്നത്, ഇനി എവിടെ വരച്ചാലാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്ത് നിന്നാണ് വരയ്ക്കേണ്ടത്, എവിടെ നിന്നാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുക. ഇവിടെ ഫിംഗർ ആ ഒരു തള്ളവിരൽ ചെയ്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഫിംഗറിൽ ഒരു തിക്ക് ലൈനും പിന്നെ ഗ്രിഡുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചരിഞ്ഞ പോർഷനിൽ ഇതുപോലെ തിൻ ലൈനും തിക്ക് ലൈനും പിന്നെ ഡോട്ട് വിത്ത് ലൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് സോളുകളും ചെയ്തെടുക്കുന്നുണ്ട്. മുകളിലായിട്ട് ഗ്രിഡാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇവിടെ ടിയർ ഡ്രോപ്സ് വെച്ചിട്ടുള്ള ഗ്രിഡാണ്. ടിയർ ഡ്രോപ്സ് വെച്ചിട്ടുള്ള ഗ്രിഡ് നമ്മൾ പഠിച്ചാണല്ലേ. അപ്പോൾ അതുപോലെ ചെയ്യുക. അതായത് നമ്മൾ സ്റ്റാർ ഷേപ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യുക കൊടുക്കുക. പിന്നെ ഒരു സ്ക്വയർ വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഫിംഗറിൽ നമ്മൾ തള്ളവിരലിൽ ചെയ്തില്ലേ,
അതുപോലെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ എല്ലാ വിരലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ലൈൻ വരയ്ക്ക് ഹംസ് ചെയ്യുക, പിന്നെ വൈൻസ് വരച്ചു കൊടുക്കുക, വീണ്ടും ലൈൻസ് ഇടുക, ഹംസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലൈൻസ് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കവർ ചെയ്യുക. തൊപ്പി ഇട്ട് കൊടുക്കുക എന്നൊക്കെയാണ് നമ്മളിവിടെ പറയുക കേട്ടോ. ഓരോ ഭാഗത്തും ഓരോ രീതിയായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, എല്ലാ വിരലിലും ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗം ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഉണങ്ങി മെഹന്തിയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് തിരിച്ച് വയ്ക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ കിട്ടുക. നമ്മൾ നേരെ ചെയ്ത ആ ഒരു ഭാഗം ഇപ്പോൾ കണ്ടില്ലേ ഇരിക്കുന്നത്, ഇതുപോലെ വളഞ്ഞിട്ട് വരും കണ്ടോ. നേരെയാണ് ഇരുന്നത്, നമ്മൾ ബാക്കിലോട്ട് വയ്ക്കുമ്പോൾ വളഞ്ഞാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ലൈനുകൾ തമ്മിൽ റൗണ്ടായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അതായത് രണ്ട് സൈഡുകൾ കാണുമല്ലോ ലൈൻ, ആ ഒരു രണ്ട് സൈഡും മുഴുവനായിട്ടും റൗണ്ട് രീതിയിൽ കൈനെ മുഴുവനായിട്ടും ലൈൻ ജോയിൻ ചെയ്തെടുക്കുക. പിന്നെ ബാക്ക് സൈഡിൽ ഈ കുട്ടിക്ക് കുറച്ച് രോമങ്ങൾ കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഇതുപോലെ പൊക്കി വരയ്ക്കുമ്പോൾ, സർഫസിൽ മുട്ടിക്കാതെ വരയ്ക്കുമ്പോൾ ആ ഒരു രോമത്തിൽ തട്ടി നിൽക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നുമില്ല, നമ്മൾ സർഫസിൽ മുട്ടിച്ച് തന്നെ ചെയ്തെടുക്കണം കേട്ടോ ലൈൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച എലമെൻസുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇനി ചെയ്ത് പോകുന്നത് കേട്ടോ. ഇനി ഇവിടെ ഗ്രിഡ് വരച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഗ്രിഡല്ല, നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത ഗ്രിഡല്ല, വേറെ ഗ്രിഡാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത അതേ ഡിസൈൻ തന്നെ ബാക്കിൽ ചെയ്യണമെങ്കിൽ അത്ര വൃത്തികേടില്ല ഇത് നമുക്ക് കിട്ടും, വൃത്തികേടില്ലാതെ നമുക്ക് കിട്ടും. എന്നാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചല്ലല്ലോ, ഒരു ബ്രൈഡ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും വേറെ വേറെ ഡിസൈനാണ് ഇടുന്നതെങ്കിൽ കുറച്ച് ഹംസും സ്വാൾസും ഒക്കെയുള്ള ഡിസൈൻ ബാക്കിൽ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അതായത് ആ ഒരു ജോയിനിങ് പോലെ തോന്നിക്കില്ല, അവിടെ ആ ഒരു ജോയിൻ പോലെ ഉള്ള ആ ഒരു ഭാഗം തോന്നിക്കില്ല കേട്ടോ. ഇനി മുകളിലോട്ടായിട്ട് ഇതുപോലെ ഫ്ലവർ വരുന്ന രീതിയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ജോയിൻ പോലെ വരുന്ന ഒരു ഭാഗം തോന്നിക്കില്ല, കാരണം ഫുൾ റൗണ്ടായി കവർ ചെയ്തതുപോലെ നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് അറിയാത്ത രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഇവിടെ പൈസ്ലി വരച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ജിഗ്ജാഗ് രൂപത്തിലുള്ള ലൈനും വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഗ്രിഡാണ് വരച്ച് കൊടുക്കുന്നത്, ടിയർ ഡ്രോപ്സ് വെച്ചിട്ടുള്ള ഗ്രിഡാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നോക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മുകളിൽ ഇതുപോലത്തെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഫിംഗറിലായിട്ട് ഗ്രിഡും ഫ്ലവറും ഹംസൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്താണ്, നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും.
അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് കാണിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ച എലമെൻസുകൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആകെ ശ്രദ്ധിക്കേണ്ടത് ആ ഫുൾ ഹാൻഡ് ചെയ്യുമ്പോൾ ആ ഒരു വളവ് വരുന്ന ഭാഗത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ക്ലാസ്സുകളില്ലല്ലോ, അതുകൊണ്ട് ഗുഡ് ബൈ.